ഇത് എഴുതാൻ ധൈര്യം കാണിച്ച സയ്യിദാണ് മഹാനരായ ഹൈദർ അലി ശിഹാബ് തങ്ങളവറുകൾ. അതേ പരമ്പര ഇന്നും അവർ ഇവിടെ നിലനിർത്തുകയാണ്. അതുകൊണ്ടാണ് മശായിഖിന്റെ വാക്ക് ഞങ്ങൾ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ വാപ്പയും മോനും ശിഷ്യനും എല്ലാവരും കൂടി കൂടിയാലും പാണക്കാട് സാദാത്യങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് മശായിഖിന്റെ പിന്തുണയുണ്ട് എന്നാണ്. അവരാരെ മക്കളാ? മഹാനരായ PMSA പൂക്കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു. അപ്പൊ കൊണ്ടോട്ടി പിന്നെപ്പോ ആലിമീങ്ങളെ കഥയെന്ന് അതിൽ പേര് ചീത്ത പറയുന്നത് നജീമോലിന്. അയാളിപ്പോ എന്തിനാ ഈന്റെ ഇടക്ക് വന്നത്? ഓരോന്നും ഇങ്ങോട്ട് വരില്ലേ. ബലിഞ്ഞിപ്പോൾ ആരെ കൊണ്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ സമസ്തൻ്റെ മുഷാവറ അംഗങ്ങളായ ആളുകൾ ആ വൈലോ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അത് വലിയ പി ആയാലും ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ പിയിലും ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവരൊക്കെ ഉസ്താദാണ്. ഓക്കെ ഉസ്താദ്. ആ ഉസ്താദിൻ്റെ ഉസ്താദാണ് സ്വതക്കത്തുള്ള ഉസ്താദ്. സ്വതക്കത്തുള്ള ഉസ്താദ് പോയോ, സിയാറത്ത് ചെയ്തോ, കഴിഞ്ഞില്ലേ. ഇനി എന്തിനാ ഞങ്ങൾ ബാക്കിയുള്ളതായിട്ട് നടക്കണത്? അത് പറഞ്ഞോട്ടെ നജീം മൗലവി. അവര് വെറുക്കുന്ന ഒരു സംഭവം സംബന്ധിച്ചിടത്തോളം ശൈഖുന അവറുകൾ തീർത്തും അവിടെ ഒരു യോഗം ഉണ്ടായിരുന്നു നമുക്ക്. ആ യോഗം ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടോട്ടിയിലുണ്ടായിരുന്ന യോഗം കേരള സംസ്ഥാന ജമിയത്തുമായുള്ള ഒരു പ്രചാരണ യോഗമായിരുന്നു. അത് സംഘടിപ്പിച്ചത് AT തങ്ങളായിരുന്നു. കൊണ്ടോട്ടി അരീക്കോട്ട് തക്കിയവർ തങ്ങൾ അവിടെ ചികിത്സിക്കുന്നു തങ്ങൾ. അപ്പൊ ആ യോഗത്തിന് വേണ്ടി പോകുമ്പോൾ തങ്ങൾ അവറുകൾ പറഞ്ഞ് KPK തങ്ങളെ ഉദ്ഘാടകനാക്കി നിശ്ചയിക്കണം. നമ്മളെ ആദ്യരെ പഴയ പല്ലളിക്കര പഴയ ഖാദി KPK തങ്ങളുടെ ശൈഖുനാടി ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഉദ്ഘാടകനാക്കണം, ഇന്നവിടെ യോഗം നടത്താം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ ശൈഖുനെ കത്ത് ചെയ്തു. ആ കത്ത് കൊടുത്തിട്ട് മൂപ്പര് ഉദ്ഘാടകനായി വന്നു. എനിക്കറിയാം മൂപ്പര് വന്നത്, ഞാൻ പ്രസംഗിച്ചോ കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ കത്തുകൊണ്ടെന്ന് കൊടുത്തേ. അപ്പൊ KPK തങ്ങളെ വർഗ്ഗങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കേരള സംസ്ഥാന ജമിയത്തുമായിട്ട് പ്രചാരണ യോഗം നടത്തിയപ്പോൾ ആദ്യമായി തക്കിയേക്കൽ കുബ്ബക്കൽ സിയാറത്ത് ചെയ്ത് കണ്ടാണ് ആ യോഗത്തിനൊക്കെ വന്നത്. അതുവരെ സംഘാടകരും മറ്റൊക്കെയാണ്. അപ്പൊ ഒരു വർജിക്കപ്പെടുന്ന തരത്തിൽ തീർത്തും വർജിക്കണമെന്ന നിലക്കുള്ള ഒരു നിലപാടല്ല ഷെയ്ഖുനായെ സംബന്ധിച്ചിടത്തോളം. അവിടെ എത്തിയപ്പോൾ സിയാറത്ത് ചെയ്തു, അല്ലാതെ അവിടെ തന്നെ മീറ്റിംഗ് നടത്തി, അവിടെ സിയാറത്ത് ചെയ്തു. ഇവരെന്താ പറഞ്ഞ്? ഷിയാക്കളിൽപ്പെട്ട കുഫറിന്റെ വാഹകരായ ബോറ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് മമ്പുറം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പേച്ചു എന്ന് പറഞ്ഞാൽ പേച്ചു തന്നെയാണ് അർത്ഥം, മുജാഹിദുകളെ പോലെയല്ല. അപ്പൊ അത് പേച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ലേ? ആരാ സദഖത്തുള്ള ഉസ്താദ്? നിങ്ങളെ പരമ്പരയിൽ വരുന്ന ആള്. ഓക്കെ ഉസ്താദിന്റെ ഉസ്താദ്. ഇനി സിയാറത്തിന് പോയ ആളുകള്, അവിടെ പങ്കെടുത്ത ആളുകളൊക്കെ ഒരുപാടാണ്. കൊണ്ടോട്ടി തങ്ങൾ പറഞ്ഞ ബുക്കിൽ അതിൻ്റെ വരിക്ക് അതിൻ്റെ തെളിവുകൾ സഹിതം എല്ലാവരും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ 4 ആളെ ഇറങ്ങി വന്നാൽ അതൊന്നും ശരിയാവുന്നല്ലേ? ഒരിക്കലും റെഡിയാവില്ല. ഇതിൻ്റെ ഒക്കെ ചരിത്രങ്ങൾ മുഴുവനും ഇവിടെ ആളുകൾ പഠിച്ചു കഴിഞ്ഞു. ഇവർക്കിപ്പോൾ ആ മക്കാമാട് വിട്ടെടുത്ത് നോക്കി. ഏറ്റവും വലിയ ആളേക്കാരൻ മുഹമ്മദ് ഷാ തങ്ങൾ. നാളെ SYS ജില്ലാ കമ്മിറ്റി നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു നോക്കി. നേർച്ച നടത്താൻ വരെ പോലും ഉണ്ടാവും. ചിലപ്പോൾ ആനപ്പുറത്തും കാര്യം. തൽക്കാലങ്ങളൊരു ഉറുമ്പിൻ്റെ പുറത്ത് പോലും കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കൂല. അപ്പം ആരൊക്കെയാണ് അംഗീകരിച്ച് പോകുന്നത് കേട്ടോ? ഒന്ന് വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ. വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞാൽ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദാ അല്ലേ? അൽ ആലിമുൽ അല്ലാമ വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ 1930 മുതൽ കൊണ്ടോട്ടി തക്കിയത്തിൽ ജുമാഅത്ത് പള്ളിയിലെ ഖാദിയും തക്കിയക്ക് കീഴിൽ ഉണ്ടായിരുന്ന 40ഓളം മഹല്ലുകളിലെ മേൽഖാദിയുമായിരുന്നു. അതാ ഇനി ഒരുപാട് വായിക്കേണ്ടത്. 2 EK അബൂബക്കർ മുസ്ലിയാർ ശംസുലൽമയുടെയും വരികയാണ്. നമ്മളെ മശായിഖന്മാരെ ദീർഘവീക്ഷണവും അവരെ പവറും നമ്മൾ മനസ്സിലാക്കണം. EK ഉസ്താദിന്റെ വഴിയാണ് നമ്മളെ വഴിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഞങ്ങളെ ത്വരീഖത്തേതാത് EK ഉസ്താദിന്റെ ത്വരീഖത്താണ്. ഇവിടെ വേറെ പുതിയൊരു സംഭവം ഇല്ല. ആ EK ഉസ്താദ് പോയി സിയാറത്ത് ചെയ്ത സ്ഥലമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങൾ. മനസ്സിലായോ? KK സ്വതഖത്തുള്ള മുസ്ലിയാർ. അതാണ് നജീബ് ഉസ്താദ് പറഞ്ഞത്. അത് പറഞ്ഞ വകയിൽ ഒരു ഉസ്താദ് കിടന്നോട്ടെ, ദേശീയാക്കേണ്ട നല്ലൊരു കാര്യം മൂപ്പര് പറഞ്ഞതല്ലേ. പിന്നെ MM ബഷീർ മുസ്ലിയാർ, TKM ബാബ മുസ്ലിയാർ. കണ്ടോ? ആമയൂര് മുഹമ്മദ് മുസ്ലിയാർ പ്രഗത്ഭ പണ്ഡിതനും ആദ്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പിന്നീട് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെയും നേതാവുമായിരുന്ന ആമയൂര് മുഹമ്മദ് മുസ്ലിയാർ പഴയങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയിൽ മുദരിസായിരുന്നു. കൊണ്ടോട്ടി തക്കിയയുമായി വളരെ നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന അദ്ദേഹം കൊണ്ടോട്ടി വലിയ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് വഫാത്തായത്. ഇനി ആരെങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഉണ്ട്.
ഇനി ഒരു സ്വകാര്യം ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കണ്ട, ആരും കേൾക്കാതെ നമ്മൾ സ്വകാര്യം പറയാം. ഇപ്പം തങ്ങളെ പ്രസിഡന്റ് ഇല്ലേ, മൂപ്പരോട് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചാൽ മതി. സുലൈമാൻ മൗലവിയോട് രഹസ്യമായിട്ടൊന്ന് ചോദിക്കാം, മൂപ്പര് പറഞ്ഞുതരും. മൂപ്പര് അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കുറച്ച് ഷിയാക്കളെ എണ്ണം കൂട്ടേണ്ടി വരും, മനസ്സിലായില്ലേ? അപ്പം ആ കളി ഒന്നും ഇങ്ങനെ നടക്കൂല. ഇനി പിന്നെ ആരും കേട്ടിട്ടുണ്ടാവില്ലല്ലേ. ഈ സമയത്ത് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യങ്ങളാണ് അതൊക്കെ. ഇവലൊക്കെ രാത്രി മുണ്ടിട്ട് പോയി സിയാറത്ത് ചെയ്യുക, അണികളോട് പറയും ഒരു ബോറയാണ്, എന്നിട്ട് ഇവര് ബോറന്മാരാകുക. എന്താ അപ്പം അവസ്ഥ? കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ പ്രധാന വിഷയം ഞങ്ങൾക്ക് മമ്പറന്നങ്ങൾ തന്നെയാണ്. അത് അയാൾ പറയട്ടെ, നമ്മളെ ഷിയാ ഫൈസി. ഹസൻ ജിഫ്രിയുടെ മകൾ കല്യാണം കഴിച്ച ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകള് കൊണ്ടോട്ടി തരീഖത്തും കൊണ്ടോട്ടി തങ്ങന്മാരുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തി. ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവകൾ പറഞ്ഞ പ്രസ്താവന എന്താണോ? കൊണ്ടോട്ടി തങ്ങന്മാർ തീവ്രവാദികളായ റാഫിളി വിഭാഗത്തിൽപ്പെട്ട ബോറ മുസ്ലിങ്ങളാണ്. അമ്പത്ത് തങ്ങൾ പറഞ്ഞാണ്. ഈ കെ ബുഗുലുകാരോ കഞ്ഞത്തുസ്തകോ അല്ല, ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു. ശരി ശരി, പച്ചയായി പറഞ്ഞതാ അത്. നിങ്ങളിപ്പോ ഇയാളെ കുറ്റം പറയാം, ഓനെന്തിനാ കൊടുന്നത് അവിടെ പ്രസംഗിക്കാനേ? അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ കൊണ്ടുവന്നതായാളെ ഇയാൾ മാത്രം പറഞ്ഞല്ലോ. അതിനെ ഞാൻ പൊന്മളുടെ നേരത്തെ കേൾപ്പിച്ച്, അയാളും പറയുന്നുണ്ടല്ലോ മമ്പുറം തങ്ങൾ എതിർത്തു. ഞങ്ങളുടെ ചോദ്യം, ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഹാനരായ ഖുതുബുദായിറത്തിൽ ഔലിയ മഹാനരായ മുഹമ്മദ് ഷാ തങ്ങൾ, ഇന്നുള്ള ഖുതാബിങ്ങളും സ്വാഹിബുൽ വക്തുകളായ മഹാന്മാരൊക്കെ അവിടെ സിയാറത്ത് ചെയ്തവരും അവിടെ പോയവരുമാണ്. അവിടെ പോവാത്ത ആരും ഉണ്ടാവില്ല. കാരണം ആര് പോയി? ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷാ തങ്ങൾ അവരെ സംബന്ധിച്ച്, അവരെ കുറിച്ച് പറയുമ്പോൾ അവരെ പേരെന്നെ പറയണം. ഫക്കീർ എന്ന് പറഞ്ഞാൽ എത്രയോ ഉണ്ടാവും, കൊണ്ടോട്ടി എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ഉണ്ടാവും. മുഹമ്മദ് ഷാ തങ്ങളെ കുറിച്ചാണോ പറയുന്നത്? ഇസ്തിയാഖ് ഷാ തങ്ങളെ കുറിച്ചാണോ പ്രയോഗം? അങ്ങനെയല്ലേ നിങ്ങൾ സിറാജിൽ എഴുതിയത്? ഞങ്ങളെ ശൈഖുനെ കുറിച്ച് എഴുതിയപ്പോൾ കൃത്യമായി പേരടക്കം എഴുതിയല്ലേ നിങ്ങൾ അല്ലേ? അതേപോലെയാണ് നിങ്ങളും പറഞ്ഞത് തന്നെയാണ്. മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച്, കൊണ്ടോട്ടി തങ്ങന്മാരെ സംബന്ധിച്ച്